നമസ്കാരം. കൊല്ലം ആയൂർ വൈക്കൽ വഞ്ചിപ്പട്ടിയിൽ മന്ത്രവാദത്തിന് തയ്യാറാവാത്തതിന്റെ പേരിൽ വൈരാഗ്യത്തിൽ ഭാര്യയുടെ മുഖത്ത് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെറിപ്പിച്ചു. ഭാര്യയുടെ മുഖം പൂർണ്ണമായും പൊള്ളലേൽപ്പിച്ചു ഭർത്താവ് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. ചടയമംഗലം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആയൂർ വഞ്ചിപ്പട്ടി ഈട്ടിവിള തെക്കതിൽ വീട്ടിൽ 36 വയസ്സുള്ള റെജില ഗഫൂറിനാണ് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെയാണ് ചടയമംഗലം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി റെജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റെജിലയെ സജീർ കൊണ്ടുപോവുകയും എന്നാൽ അതിനുശേഷം തിരികെ വീട്ടിൽ വന്ന സജീറും ഭാര്യ റെജിലയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് മറുപടി പറയുന്നത് നിന്റെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ സജീർ വീണ്ടും മന്ത്രവാദിയുടെ അടുത്ത് പോയി എന്തോ ചെയ്തുകൊണ്ട് വരികയും റെജിലയോട് മുടിയഴിച്ചിട്ട് ഇരിക്കുവാൻ പറയുകയും ചെയ്തു. തടസ്സോണ്ടിരുന്ന കറി അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞപ്പം വലുത് കൊണ്ട് തട്ടി ഇറങ്ങിയതാണ്. അത് കാരണമെന്ന് വെച്ചാൽ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഉസ്താദിൻ്റെ അടുത്ത് പോയി കുറച്ച് എന്തൊക്കെയോ തൈടോ ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് തലമുടി വെച്ചിട്ട് കസേരയിൽ ഉഴിയാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കൊടുത്തില്ല. അതിന് ഞാൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചായിരുന്നു. ഞാൻ സംസാരിച്ച് ആദ്യമൊന്നും ഞാൻ തോന്നെ പ്രതികരിച്ച് സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പ്രതികരിച്ച് സംസാരിക്കും. അതിഷ്ടമായില്ല. അന്ന് പ്രതികരിച്ച് സംസാരിച്ചതിൻ്റെ പിറ്റേന്ന് ഈ ഉസ്താദിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഇരുന്നില്ല എന്ന് ഞാൻ പ്രതികരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഉസ്താദിനെ വിളിച്ച് ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞു. ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് അയാൾ അന്നേരം ഇക്കാലത്ത് പറയുകയും ചെയ്ത് ആ കൊച്ചിന് ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യണ്ട, മാറ്റി വെച്ചതേന്ന് പറഞ്ഞു. അത് ആ റൂമിൽ കൊണ്ട് വെച്ച് അത് പിന്നെ നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. പിന്നെ അതിനുശേഷം 2 ആഴ്ച ചിക്കൻ ബോക്സ് വന്ന് കിടന്നായിരുന്നു. പിന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് ഞാൻ 3 വന്നതേ ഉള്ളൂ. അന്നേരം ഞാൻ അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അരിയൊക്കെ വറുത്തിട്ടിട്ട് ഉണ്ടമുളകൊക്കെ ഇട്ട തേങ്ങാക്കറിയായിരുന്നു. അങ്ങനെ അത് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തിൽ ഈ ചിക്കൻ ബോക്സിൻ്റെ പാടുകളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ മുഖം തുടച്ച സമയത്ത് ഈ പാട് കണ്ടപ്പം ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യാൻ 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തി ഇട്ടേക്കുമല്ലയോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുമാത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് അങ്ങോട്ട് പറഞ്ഞത് ഈ തട്ടിയത് ഒരുമിച്ചായിരുന്നു. അന്നേരം എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല. സമയം കിട്ടിയെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ മാറിയാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. അന്നേരം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ദേഷ്യം കൂടി തട്ടിയത് ഇടത് സൈഡിലോട് തട്ടായിരുന്നു. തട്ടി അവിടെ വാഷ് ബേസും അടുപ്പും കാര്യങ്ങളും ഒക്കെ ആ കറിയെല്ലാം അവിടെ ചൂടോടെ കറിയില്ലേ വീണിട്ട് പാത്രം വന്ന് തിരിച്ചടിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് വലത്തോട്ട് തട്ടിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ തട്ടിയേ അപ്പോൾ അത് കറക്റ്റ് മുഖത്ത് തന്നെ. അന്നേരം ഈ കണ്ണി വീണാൾക്ക് തോന്നിയാണ് കണ്ണി ഞാൻ കൊണ്ടുപോയി പൈപ്പ് വെള്ളം അടിച്ചിങ്ങനെ കഴുകിയപ്പോൾ വലിയ കാര്യങ്ങളും ഇതുമെല്ലാം അതിനെപ്പറ്റി ആ മുന്നേ നടന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചതാ. ഇങ്ങനെയൊക്കെ ഓരോന്ന് 10 വട്ടം പറയുമ്പോൾ ഒരു വട്ടമൊക്കെ ഞാനും മറുപടിയൊക്കെ പറയും. സംഭവം 9 മണി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് സംസാരിച്ച കാര്യത്തിന് പ്രതികരിച്ചതിന് ദേഷ്യം വന്നിട്ട് തട്ടി ഇറങ്ങിയതാണ്. മനഃപൂർവ്വം ചെയ്തതാണെന്ന് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ വലത്തോട്ടാ തട്ടി എറിഞ്ഞത്. അവിടെ ഞാൻ നിന്നത്. ഇടത്തോട്ട് തട്ടി എറിയുമായിരുന്നെങ്കിൽ അവിടെ വാഷ് ബേസും അടുപ്പും ഒക്കെ ആയിരുന്നു. അവിടെ ഒക്കെ വീണിട്ട് വന്ന് തിരിച്ച് പാത്രം അടിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല. ഇത് പിന്നെ 2-3 ആഴ്ചക്ക് മുന്നേ ജീവിതപരമായിട്ട് ഉള്ള പ്രശ്നത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഇപ്പം ഞാൻ കുറേശ്ശൊക്കെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി ഓരോന്നൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കസേരയിൽ മുടി വെച്ചിട്ടിരിക്കാൻ പറഞ്ഞു. ഉഴിയാനെങ്ങാണ്ട്. അപ്പം ഞാൻ ഇരുന്ന് കൊടുത്തില്ല. അതൊക്കെ വിസമ്മതിച്ച് ഉസ്താദിനെ ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞു. അയാളടുത്ത് ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചു. അങ്ങനെ അയാൾ തന്നെ പറഞ്ഞു കൊച്ചിന് ഇഷ്ടമല്ല, അതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ അടുത്ത് ഭയങ്കര മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. കൊച്ചിൻ്റെ അടുത്ത് മുമ്പ് 3 വർഷത്തിന് മുന്നേ ഒരു 8
8-9 മാസം ഞങ്ങൾ പിണങ്ങി, ഞാനും എൻ്റെ ഉമ്മയും കുഞ്ഞും കൂടെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് തയ്യലൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞതായിരുന്നു. അന്നേരം വീണ്ടും ഒത്തുതീർപ്പാക്കി ഈ 3 വർഷം കൊണ്ട് വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ ആരടുത്തും പറയത്തന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. എന്താണ് മുഖത്ത് ഒഴിച്ചതെന്ന് അറിയുമോ? മുഖത്ത് ഒഴിച്ചത് തിളച്ച് മീൻകറി, തിളച്ചുകൊണ്ടിരുന്ന മീൻകറി ഉണ്ടമുളകൊക്കെ ഇട്ടായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. അത് ഇങ്ങനെ ചൂട് ഭയങ്കരമായിട്ട് ഒഴിച്ചിട്ട് പുള്ളി ഇറങ്ങി പോയതാണോ? എന്താ സംഭവിച്ചത്? പുള്ളി ഒഴിച്ചതിന് ശേഷം അയാൾ സ്വയം ന്യായീകരിച്ച് നിൽക്കുക. ഞാൻ പിടച്ച് എനിക്ക് കാഴ്ച പോകുമെന്ന് എനിക്ക് പേടിച്ച് ഞാൻ ഒരുപാട് വെള്ളം ഞാൻ കണ്ണിലടിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്ക് ഞാനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ അന്നേരം എൻ്റെ ഈ കണ്ണിലടിച്ച് ഊക്കിന് തൊലിയെല്ലാം ഇളകിപ്പോയി, എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കാഴ്ച പോകുമെന്ന് പേടിച്ച് ഞാൻ കണ്ണിലടിച്ച്, അതുകൊണ്ട് പക്ഷെ കാഴ്ചക്ക് ഇതൊരു കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചെയ്തുകൊണ്ടുവന്ന കൂടോത്രം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാവുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടുകൂടി അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി സജീർ റെജിലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. റെജിലയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി റെജിലയെ ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതലേ പ്രശ്നങ്ങളുണ്ട്. 4 പ്രാവശ്യം ചടയമല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. വനിതാ സെല്ലി കൊട്ടാരക്കരെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കോംപ്രമൈസായി വരും, എന്നിട്ട് വീണ്ടും അങ്ങനെ കൊണ്ടുപോകും. പള്ളിക്കാരെല്ലാം ഇടപെട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇപ്പം 3 വർഷം കൊണ്ട് അത് വാടക വീട്ടിലായിരുന്നു. കുഞ്ഞും മോളും മരുമകനും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ പിന്നെ ഈ പ്രശ്നം ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആ പ്രശ്നം കാരണം സാധനം കൊണ്ടുവന്നിട്ട് തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. കസേര അങ്ങനെ അവിടെ ഇരിക്കാത്തത് കൊണ്ട് അന്ന് മുതൽ ഇയാൾക്ക് ദേഷ്യമോ അതുപോലെ സഹകരണമൊന്നുമില്ല, മിണ്ടത്തൊന്നുമില്ല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇന്നലെ അതിനെപ്പറ്റി രാവിലെ അവർ സംസാരിച്ചപ്പോൾ എന്തോ പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞ് എന്നെ അന്നേരം ഇടയ്ക്ക് അത് കൊണ്ടുവന്ന സാധനം കൊണ്ട് തകടും കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന് മുറിക്കകത്ത് വെച്ച്. അന്നേരം ഇത് എവിടെ വെച്ചതെന്ന് അറിയാതെ എവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ അതിനെപ്പറ്റി ഇന്നലെ സംസാരം ഉണ്ടായപ്പോഴാണ് ഈ തിളച്ചിരുന്ന മീൻകറി എടുത്ത് നേരെ തട്ടി ഇങ്ങനെ ഒഴിക്കുന്നത്. റജിലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ട്. റജിലയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് ഭർത്താവ് സജീറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. എന്നാൽ സജീർ ഒളിവിലാണെന്നാണ് ചടയമംഗലം പോലീസ് പറയുന്നത്.